വാർത്ത മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളി എന്നുള്ളതാണ്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണം, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ അടക്കം അന്വേഷണം വേണം എന്ന് പറഞ്ഞ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. മാത്യു കുഴൽനാടൻ MLA ആണ് ഈ ഹർജി സമർപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കോടതി ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാദം കേട്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഹർജി പൂർണ്ണമായും തള്ളുന്ന സാഹചര്യം വന്നിരിക്കുന്നു. മാസപ്പടി കേസിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് വിജിലൻസ് കോടതിയിൽ മാത്യു കുഴൽനാടൻ ഹർജി നൽകിയത്. പക്ഷേ അത് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. മാത്യു കുഴൽനാടന് കോടതിയിൽ അത്തരത്തിൽ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. മാത്യു കുഴൽനാടൻ സമർപ്പിച്ച ഹർജിയിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസ് വീണ വിജയൻ അടക്കം ഉള്ളവർക്കെതിരെ അന്വേഷണം വേണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. BV വിനോദ വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, വീണ വിജയൻ അടക്കം 7 പേർക്കെതിരെ സമർപ്പിച്ച ഹർജിയായിരുന്നു ഇത് എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണം? രഞ്ജിത്ത്, ഈ ഹർജി കോടതി തള്ളിയിരിക്കുന്നു. വിജിലൻസ് കോടതിയുടേതാണ് നടപടി. നേരത്തെ വിജിലൻസ് കോടതിയെ മാത്യു കുഴൽനാടൻ ഹർജി നൽകിയത് മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകൾക്കും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവരടക്കം കരിമണൽ കമ്പനിയുടെ ഉടമ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടിയും അന്വേഷണവും ഇതാവശ്യപ്പെട്ടിട്ടുള്ള ഒരു ഹർജിയായിരുന്നു കോടതിയിൽ പോയത്. ഈ പല ഘട്ടങ്ങളിലായി ഇതിന്റെ വാദം നടന്നു. പക്ഷേ CMRലും അതോടൊപ്പം തന്നെ KMMലും തമ്മിലുള്ള ബന്ധം എന്ത് എന്നതടക്കമുള്ള സുപ്രധാനമായ ചോദ്യങ്ങൾ വിജിലൻസ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലും 5 രേഖകൾ മാത്യു കുഴൽനാടൻ ഹാജരാക്കി. അത് ഈ പാട്ടക്കരാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആ നിലയ്ക്കുള്ള രേഖകൾ. പക്ഷേ നമുക്ക് ഈ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് CMRലും KMMലും തമ്മിലുള്ള ബന്ധം, അതിനുള്ള കരാറ് അല്ലെങ്കിൽ കരിമണൽ ഇടപാട്, ഈ തരത്തിലുള്ള എന്തെങ്കിലും ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ, ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു വ്യക്തമായ തെളിവുകളോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച വിവരങ്ങളോ കൈമാറാനോ സമർപ്പിക്കാനോ മാത്യുവിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ നൽകിയ രേഖകളെല്ലാം തന്നെ അപര്യാപ്തമാണ്. ഈ KMMലും CMRലും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്നതിന്. ഇത് തുടക്കം മുതൽ തന്നെ ഉയർന്ന ചോദ്യമാണ്. ഏത് തരത്തിലാണ് ഈ സ്വകാര്യ കമ്പനിയും പൊതുമേഖലാ സ്ഥാപനവും തമ്മിലുള്ള ഇടപാട്, എത്രമാത്രം കരിമണൽ നൽകി, എത്ര രൂപയുടെ സാമ്പത്തിക ഇടപാടുകളാണ് നടന്നിട്ടുള്ളത് തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവിടെ എല്ലാം തന്നെ ഈ തരത്തിലുള്ള ബന്ധങ്ങൾ ആരോപിക്കുകയും പാട്ടക്കരാർ ലംഘനം ഉണ്ടായിട്ടും ഖനനം നടത്താനുള്ള അനുമതി, റവന്യൂ വകുപ്പിന്റെ രേഖകൾ മറികടന്ന് സർക്കാർ താല്പര്യപ്രകാരം അവിടെ ഖനനം നടന്നു, അത് CMRലിന് നേട്ടമുണ്ടാക്കി തുടങ്ങിയ വാദങ്ങൾ മാത്യു ഉന്നയിക്കുകയായിരുന്നു. പക്ഷെ ഇതെല്ലാം തന്നെ കോടതിക്ക് മുന്നിൽ തെളിവായി സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഹർജി തള്ളിക്കൊണ്ടുള്ള കോടതി നടപടി വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇതൊരു രാഷ്ട്രീയ വിവാദം കൂടിയാണ്. ഇത് കാരണം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ചെറിയ ആളുകളല്ല, മുഖ്യമന്ത്രിയുടെ മകൾ അടക്കം ഉൾപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട കേസാണ്. അവിടെ രാഷ്ട്രീയമായും മാത്യു കുഴൽനാടൻ ഈ വിഷയം ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെ തെളിവുകളില്ല എന്ന് പറഞ്ഞ് വിജിലൻസ് കോടതി തള്ളുമ്പോൾ അത്തരമൊരു തിരിച്ചടി കൂടി മാത്യുവിന് നേരിടേണ്ടി വരുന്നുണ്ട്. തീർച്ചയായും വലിയ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു കേസ് തന്നെയാണ്. കരിമണൽ കമ്പനിയിൽ നിന്ന് 1,73,00,000 രൂപ മാസപ്പടി വാങ്ങി എന്ന ആരോപണം. അതിന് ആധാരമായത് CMRലുമായി വഴിവിട്ട് നടത്തിയ, KMMൽ നടത്തിയ വഴിവിട്ടുള്ള ഇടപാടുകൾ. അതിന്റെ പ്രതിഫലമായി ഈ തരത്തിലുള്ള മാസപ്പടി വാങ്ങിയിരിക്കുന്നു. നൽകാത്ത സേവനത്തിന് ഈ മാസപ്പടി വാങ്ങി എന്നുള്ള മാത്യുവിന്റെ ആരോപണം വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. രാഷ്ട്രീയ കൊടുങ്കാറ്റ് തന്നെയാണ് ഉണ്ടാക്കിയത്. ഇതിനെ ചൊല്ലി മാത്യുവിന്റെ ഭൂമി, അതായത് ചിന്നക്കനാലിൽ മാത്യുവിനുള്ള റിസോർട്ടിന്മേൽ നടപടി വന്നതുപോലും ഇതിന്റെ പ്രതികാര നടപടിയായാണ് എന്ന നിലയ്ക്കുള്ള ആരോപണങ്ങളും പരാതികളും പിന്നീട് മാത്യുവിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഏതായിരുന്നാലും ഇപ്പോൾ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളിയിരിക്കുന്നു. നേരത്തെ മാത്യു എടുത്ത നിലപാട് വിജിലൻസ് സംഘം ഈ കേസ് അന്വേഷിക്കണമെന്നായിരുന്നു. പിന്നീട് വാദം നടക്കുന്നതിനിടയിൽ മാത്യു നിലപാട് മാറ്റുകയും കോടതി മേൽനോട്ടത്തിൽ വിചാരണ വേണം എന്ന ആവശ്യം അല്ലെങ്കിൽ അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിക്കുകയുമായിരുന്നു. അത് തള്ളിക്കൊണ്ടുള്ള ഹർജിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്.